Hi everybody, this is Shweta. My name is Inder and welcome to our channel. It's time for next scene from movie Rond. Rond. Let's watch it. Yes. Wow. It's gone. ആ മമ്മി കുഴപ്പമൊന്നുമില്ല. ഞാൻ അവിടെ വീഡിയോ കോളിൽ കണ്ടു. പോലീസ് സ്റ്റേഷനുണ്ട്. നിങ്ങൾ ജോമനെ കൂട്ടിയിട്ട് അങ്ങോട്ട് ചെല്ലു. കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവരനക്കമില്ല. ശ്വാസം എടുക്കുന്നില്ല. ये है जिंदा है. അവൻ എവിടെയെങ്കിലും പോയി തൊലയട്ടെ. ജിൻസി കിട്ടിയിട്ടുണ്ട്. അപ്പോ चलो आई गॉड. നിനി കൊച്ചിനെ തൊട്ടെന്ന് ഞാൻ അറിഞ്ഞോണ്ടല്ലോ. एक ही रात में कितना कुछ हो रहा है भाई. നീ കൊച്ചിനെ തല്ലല്ലോ കേട്ടോ. ആൻസറിങ് സാർ. ഓവർ. സാർ ചെക്ക് ചെയ്തിട്ട് പറയാം സാർ. ഓവർ. ये जगह भी देखना कितना मस्त है. बस भी पर डेंजरस भी होता है. ഞാൻ വണ്ടിയുടെ എഞ്ചിന് ചൂടുണ്ടോ എന്ന് നോക്കി. എന്നെ പോലീസുകാരെന്താ വിളിക്കുന്നതെന്നറിയോ? യോനിച്ചൻ. ഭാര്യയെ പേടിയുള്ളവൻ. പേടിയില്ല സ്നേഹ എന്ന് പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല. 2 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുള്ള ഒരു സൈക്കാട്രി പേഷ്യന്റാ
സലോമി ഒരു കുഴപ്പമില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ് 1 കൊല്ലത്തിനുള്ളിൽ പ്രഗ്നന്റ് ആയി. ഡെലിവറി ഡേറ്റിന് 2 ദിവസം മുമ്പാ. നോർമൽ ഡെലിവറിയിൽ കുഞ്ഞ് പുറത്തു വന്നില്ലെങ്കിൽ ഇനി ഒരു പ്രഗ്നൻസിക്ക് പാടാന്ന് പറഞ്ഞുകൊണ്ട് അവള് പ്രസവിച്ചു. ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിന് ജീവനില്ലെന്ന് പറഞ്ഞപ്പോ അവളുടെ കയ്യിൽ നിന്ന് പോയി. പിന്നെ ഞങ്ങൾക്ക് കുട്ടികളുണ്ടായില്ല. അതോടെ ഞാൻ അവളെ ഇട്ടിട്ട് പോകുന്നുള്ള ആദി കയറി അത് വളർന്ന് അവൾക്ക് എന്നോട് സംശയമായി. അവളെ ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആരാടാ? ഇപ്പോഴാ ഉണ്ടായ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന ഓരോരുത്തർമാരെ സാർ. ആ പെണ്ണ് തൂങ്ങിക്കിട കണ്ടപ്പോഴേ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അത് ആ കുഞ്ഞിന്റെ മുമ്പിൽ. സാറ് കുറച്ച് നേരം ഇരുന്നു. നമുക്ക് റെസ്റ്റ് എടുത്തിട്ട് പോകാം. पर्सनल प्रेशर, ऑफिस प्रेशर। बट नहीं, उन्होंने जो किया सही किया यार, वो बच्चे को मार रहा है। बट इधर जो आया तो वो हुआ कि नहीं? कोई था ही नहीं ना। പട്ടാ ബുക്ക് 28, വെഹിക്കിൾ ചെക്ക് 31, സ്ട്രേഞ്ചേഴ്സ് ചെക്ക് 3, എംഒ ക്രിമിനൽ 1. चलो एटलीस्ट सुबह हुई। ഹലോ സാറേ, നവീൻ എന്ന് പറയുന്ന വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടിയായിരുന്നു. ഞാനൊന്ന് ഫോൺ കൊടുത്തേ. ഹലോ സാറേ. നീ എവിടെയാടാ? സാർ അവിടെ ബസ് സ്റ്റാൻഡിലുണ്ട്. നവീൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടിയായിരുന്നു. ഇവരെ നോക്കി കണ്ടില്ല. മോനെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലടാ? ടീച്ചർ കുഴപ്പമൊന്നുമില്ല, ഓക്കെ. ശരി. ഞാൻ ജിന്നുവിനൊന്ന് ഫോൺ കൊടുത്തേ. ഹലോ. അരമണിക്കൂർ ഞാൻ തരും. അതിനുള്ളിൽ അവരെ കൊണ്ട് ഇവിടെ എത്തിക്കണം. നീ വിവരം അറിയും, മനസ്സിലായോ? സാർ ഓ, അവളെ കൊണ്ടുപോകാൻ വന്നാ. ഏതാള്? എന്റെ പെങ്ങള്. എന്റെ പെങ്ങള് വീട്ടിലുണ്ടെന്ന് നീ തന്നെയല്ലേ പറഞ്ഞു. സർ പ്ലീസ്, അടുത്ത ആഴ്ച കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന പെണ്ണ. നാട്ടുകാരെ ഞങ്ങളുടെ കുടുംബത്തിനാ നാണക്കേട്. എന്റെ പൊന്നി ചേച്ചി, ഞങ്ങൾ ഇന്നലെ അവിടെ വന്നപ്പോ നിങ്ങൾ തന്നെ ഇല്ല. അവളെ കൊണ്ടുപോകാൻ പറ്റുമോ? ഞാൻ നോക്കട്ടെ. പോലീസ് സ്റ്റേഷൻ വന്ന് പോകൃതം കാണിച്ചാലേ നീ വെവലാണി കിട്ടിയില്ലേ? 11 മണി ഞാൻ അവളെ കോടതി ഹാജരാക്കും. പിന്നെ നിങ്ങൾ എന്നാന്ന് വെച്ചാൽ ചെയ്യും. നീ വണ്ടി എടുക്ക. കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾ ഓക്കെ അല്ലേ?
യോനാൻ സാർ ഞാൻ ഡ്യൂട്ടി ഇറങ്ങുക. സാറന്മാർ നിങ്ങളെ കോടതിയിൽ എത്തിക്കും. അവിടെ ചെന്ന് കഴിയുമ്പോൾ ടെൻഷനൊന്നും ഇല്ലാതെ സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങളുടെ കാര്യം ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, പോകട്ടെ. സാറേ വീട്ടിലൊന്നും അറിയിച്ചിട്ടില്ല. എൻ്റെ വീട്ടിൽ അറിഞ്ഞിട്ടില്ല. ओके ये लोग तो चले गए अभी. ഹലോ സാറേ, ഞാൻ സ്ഥലത്ത് എത്തിയതേ ഉള്ളൂ. കറുത്തുക്കടവില്ല. ആ, രാവിലെ അലക്കാൻ വന്ന പെണ്ണുങ്ങളാ കണ്ടത്. ഒരു 10-25 വയസ്സ് പ്രായമുള്ള ओ मर गया वो. ആ ഇല്ല, ഒഴിയൊന്നും പോകത്തില്ല. പാറയെ തട്ടിയാ കിടക്കുന്നത്. ശരി. अब ये कैसे मारा? उसको कैद लगा था तो നീയൊക്കെ എന്തുകൊണ്ടാ ചെറുക്കാൻ ചെയ്തത്? ഞങ്ങളും ചെയ്തിട്ടില്ല. ചത്തോടെ കിടന്നിട്ട് ഇറങ്ങി ഓടിയതാ. യോനാന്റെ മുന്നിൽ ചെന്ന് നേരപ്പെട്ടെ പെട്രോളിങ്ങിനിടെ പിടിച്ചതാ. അയാളെ ഞങ്ങളെയൊക്കെ ആളോട്ട് അറസ്റ്റ് ചെയ്യും. അപ്പോ ഒരു അക്ഷരം മിണ്ടാതെ കയറി പോകണം കേട്ടോ, അല്ലെങ്കിൽ നീക്ക് ജീവിതകാലം പുറലോകം കാണില്ല. ആട് തീരെ കുറവാട്ടോ, ഒക്കെ പൊട്ടിപ്പോയെന്ന് തോന്നുന്നു. പുതിയത് വാങ്ങിക്കണല്ലേ? മേടിക്കാം, 2-3 നാട്ടുകാരന്മാരെയും കൂടെ മേടിക്കാം. ഇന്ന് ഞാൻ പുൽക്കൂട് സെറ്റ് ചെയ്യുന്നു, നാളെ ട്രീ സെറ്റ് ചെയ്യുന്നു. അത് ക്രിസ്മസ് ട്രീ ഇന്നലെ വെച്ചാല് ഇന്ന് ഉച്ചനേരം നിങ്ങൾക്ക് എപ്പോഴും വെക്കാം, ഇന്ന് തന്നെ വെക്കണം. എന്റെ പൊണ്ണോ, അതിനല്ലെന്നേ ഈ ക്രിസ്മസ് ട്രീന്റെ സാധനങ്ങളൊക്കെ ഇല്ലേ, ബോളൊക്കെ തീരെ കുറവ്. നാളെ ഞാൻ കുറച്ചുകൂടെ മേടിച്ചോണ്ട് വരാം. എന്നിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നാളെ സെറ്റാക്കാം. നീ അതേ ഫോൺ നോക്കിട്ടിരിക്കുക, മാങ്ങ എടുത്ത് കഴിച്ചേ. നല്ല മാങ്ങയല്ലേ? അവളേ मालूम पड़ा रहेगा ना अभी. अभी शायद फर्स्ट सीन होगा मेरे ख्याल से. नहीं शूट आउट हुआ था ना कुछ, तो शूट आउट का सीन. നവംബറിൽ ബിജു എന്ന ദളിത് യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രതികളായ പ്രവീൺ സി, മൈക്കിൾ, സുനിത എന്നീ പോലീസുകാർ റിമാൻഡിൽ കഴിയുന്നതിനിടെയാണ് 1 മാസത്തിന് ശേഷം വീണ്ടും ദളിത് യുവാവിന്റെ മരണത്തിൽ പോലീസുകാർ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. കൊല്ലപ്പെട്ട നവീൻ എന്ന ദളിത് യുവാവിന്റെ മൃതദേഹം ഇന്നു കണ്ടെത്തി. ഈ സംഭവത്തിലെ പ്രതികളെ രക്ഷിക്കാനായി പോലീസ് നടത്തിയ അനധികൃത ഇടപെടലിന്റെ ദൃശ്യങ്ങളും ശബ്ദരേഖയുമാണ് ये वही नवीन है ना? हाँ वही मर गया ये लोग. इन पे डाल दिया ब्लेम. സലോമി, ഒന്ന് എഴുതിട്ട് പോകുന്ന റെഡിയാണ്. അച്ഛനൊന്ന് കാണാൻ പോവാൻ. നമ്മള് ഇന്നാള് കണ്ടതല്ലേ? അയ്യോ അല്ല, അച്ഛൻ എവിടെയോ പോകാനുണ്ട്. അപ്പൊ അതുകൊണ്ടൊന്ന് വേഗം പോയി കാണുന്നു. അതൊക്കെ ഉണ്ട്, അച്ഛൻ വിളിച്ചിട്ടുണ്ട്. വേഗം പോയി റെഡിയാണ് കേട്ടോ. നമുക്ക് മങ്കിയോട് പറയാം. बाबा अभी पूरा ये लोग पे ब्लेम डालेंगे कि ये लोग भी मिले हुए थे, कुछ तो सीन करेंगे. क्योंकि बोलते हैं ना वो अभी रिलीजन एंगल डाल दिया. दलित मर गया तो वो सीन. भाई वो दूसरा बंदा जो था इसका फ्रेंड नवीन वो कुछ बोलना चाहिए. अरुण राइट. हाँ बट अगर रात को देखा जाए तो ऐसा कुछ लग ही नहीं रहा था ना. नहीं, एक बार वो गाड़ी को मिला था ना, तो लोग गेम करा सकते, कुछ तो गेम कर सकते हैं लोग. ऊपर से फोन पे कन्वर्सेशन हुए. अरे रे, चलो देखते भी आगे क्या होगा. हाउ इज इट गोना एंड. Okay guys, so let's wait for more. Meanwhile, take care. Bye bye.